നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് മാത്രമല്ല, ആ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നത് പോലും വളരെയധികം പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുക എന്നുള്ളത്. ആ ഒരു സമയത്ത് എഴുന്നേറ്റ് ശുദ്ധിയായി വീട്ടിലൊരു വിളക്ക് തെളിയിക്കുന്നത് വളരെയധികം പുണ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ഐശ്വര്യം നൽകുന്ന ഒരു കാര്യമാണ്. ആഗ്രഹ പൂർത്തീകരണം അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യം എന്നുള്ളതിലുപരി നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി നല്ല നല്ല മാറ്റങ്ങൾ ഇങ്ങനെയൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെ ഒരു അത്ഭുത കഥയാണ്. ഒരാൾക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരാളുടെ അനുഭവ കഥയാണ്. ആദ്യം തന്നെ ഞാൻ ആ കുട്ടിയോടൊരു നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ആ ഒരു കുട്ടി ഈ ഒരു സ്റ്റോറി മുഴുവൻ എനിക്ക് മെയിലിലാണ് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെയധികം ക്ഷമയോടുകൂടിയും അതുപോലെ തന്നെ വളരെയധികം സമയമെടുത്തിട്ടുമായിരിക്കും ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഗുണം ലഭിക്കുന്ന സമയത്ത് എന്നെ ഓർക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ചാനലിൽ കൂടെ പറയുന്നതിന് 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുന്നത് വഴി ഉണ്ടാവുന്ന മാറ്റങ്ങൾ അത് മറ്റുള്ളവർക്ക് അനുഭവത്തിൽ വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങളും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമെന്നും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കുമെന്നും വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറഞ്ഞത് അപർണ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം. അപ്പോൾ 29 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അപർണ. അപ്പോൾ അപർണയുടെ അച്ഛൻ എൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ് എന്നാണ് അപർണ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും എൻ്റെ വീഡിയോ വന്നു കഴിഞ്ഞാൽ ടി വിയിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ടി വിയിൽ വയ്ക്കുന്ന സമയത്ത് വീട്ടിലുള്ള എല്ലാവരും അത് കേൾക്കുകയും അങ്ങനെയാണ് ഈ ഒരു കുട്ടി പോലും എൻ്റെ ഒരു ചാനലിനെ പറ്റി അറിയാൻ ഇടയായത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹവും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു കഥയൊന്ന് ഞാൻ പറയാം. ഈ അയച്ചത് ഞാൻ അതുപോലെ തന്നെ വായിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ആ ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു അനുഭവം എന്താണ് എന്നുള്ളതൊന്ന് വിവരിക്കാം. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപർണ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ജനിച്ചത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായിരുന്നു. അവൾ പഠിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലാവുകയാണ് ഉണ്ടായത്. ആ ഒരു പ്രണയം വീട്ടിൽ പറയുകയും വീട്ടുകാർ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ഈ കുട്ടിയുടെ ആ ഒരു ലവ് അഫെയറിന് എതിർത്തത് വീട്ടിൽ അച്ഛനായിരുന്നു. കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഇഷ്യൂവിലാണ് അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ പിന്നീട് വീട്ടിൽ മറ്റ് വിവാഹാലോചനകൾ ഈ പെൺകുട്ടിക്ക് വരികയും അതിൻ്റെ പുറത്ത് പ്രഷർ കൂടുതൽ വന്ന സമയത്ത്, അതായത് അച്ഛൻ്റെ ഭാഗത്തു നിന്നും അച്ഛൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രഷർ കൂടുതലായിട്ട് വന്ന സമയത്ത് ഈ പെൺകുട്ടി ഈ പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കുട്ടി വിവാഹം കഴിച്ച ആളിൻ്റെ പേര് ഹരീഷ് എന്നാണ്. പുള്ളിക്കാരന് ഫാമിലിയിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരല്പം ബുദ്ധിമുട്ടിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു. ഈ ഹരീഷ് എന്ന് പറയുന്ന ആൾ ഡ്രൈവറായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഈ ഒരു വിവാഹത്തെ വീട്ടുകാർ എതിർക്കാനുള്ള ഒരു കാരണത്തിൽ. അപ്പോൾ ഈ ഒരു പെൺകുട്ടി ചെയ്തതിൽ എനിക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നിയ കാര്യം, വീട്ടിൽ ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അപർണ ഇറങ്ങുകയും അങ്ങനെ ഒരു ജോലി സമ്പാദിക്കുകയും മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് കഴിഞ്ഞ സമയത്ത് പുള്ളിയുടെ ഹരീഷിൻ്റെ അമ്മയ്ക്ക് ചില അസുഖങ്ങൾ വരികയും അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഒരുപാട് പണം ചെലവഴിക്കേണ്ട അവസ്ഥ വരികയും ആ ഒരു ഉണ്ടായിരുന്ന ഒരു വീട് പണയം വെച്ച് കാര്യങ്ങൾ നടത്തേണ്ട സ്ഥിതിയും വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു വീടൊക്കെ പണയം വെച്ച് കാര്യങ്ങൾ നടത്തിയെങ്കിലും ഹരീഷിൻ്റെ അമ്മയെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഹരീഷിൻ്റെ അമ്മ മരണപ്പെടുകയാണ് ഉണ്ടായത്.
പിന്നെ അതിൻ്റെ നടുവിലുണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപർണയുടെ അമ്മ അപർണയെ വിളിക്കുകയും വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും അപർണ അച്ഛൻ വിളിക്കാതെ വരില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്രേ, നീ ചെയ്തതാണ് തെറ്റ്, അപ്പോൾ നീ വന്ന് അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ അപർണ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ആ കുട്ടിക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിതം ജീവിച്ച് തീർക്കുന്ന സമയത്ത് ഇപ്പുറത്ത് അച്ഛനും അമ്മയും മകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അവൾ പറഞ്ഞത്. പിന്നീട് ഈ അമ്മ മരണപ്പെട്ട ശേഷം അല്പം കടബാധ്യതകളൊക്കെ വന്ന സമയത്ത് ഈ അച്ഛൻ തന്നെ അപർണയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരികയും അപർണയുടെ ഭർത്താവുമായിട്ട് സംസാരിക്കുകയും അവർക്ക് ഈ അച്ഛൻ്റെ അപർണയുടെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരല്പം സ്ഥലമുണ്ട്, അവിടെ ഒരു വീടെടുക്കാനുള്ള സ്ഥലം കൊടുക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ പറയുകയും ചെയ്യുകയുണ്ടായി. എന്നിരുന്നാലും ഈ അച്ഛൻ വീട്ടിലേക്ക് വന്ന സമയത്ത് പോലും അപർണ സംസാരിച്ചില്ല, അവൾക്ക് സംസാരിക്കാൻ തോന്നിയില്ല എന്നൊരു കാര്യം പറഞ്ഞു. അതെന്തുകൊണ്ടാണ് എന്നുള്ളത്, അത് മനുഷ്യന്മാരല്ലേ, ഓരോരുത്തരുടെ ഫീലിങ്സ് ഓരോ തരത്തിലായിരിക്കും. പക്ഷേ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ചെയ്തതാണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ അപർണയുടെ ഭർത്താവ് ഹരീഷുമായിട്ട് അപർണയുടെ അച്ഛൻ സംസാരിക്കുകയും അങ്ങനെ ആ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ തീരുമാനമാകുകയും അവിടെ വീട് പണി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ജപ്തിയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് വീട് വിൽക്കുക എന്നുള്ളത് മാത്രമേ ഇവർക്ക് മുന്നിലൊരു മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വീട് വിറ്റതിന് ശേഷം കടങ്ങളെല്ലാം കൊടുത്തു തീർത്ത് ചെറിയൊരു വീട് പണിയാമെന്നുള്ളൊരു ധാരണയിൽ ഇവർ വാടക വീട്ടിലേക്ക് മാറാമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നീട് അമ്മയും അച്ഛനും ഒക്കെ ഹരീഷിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് അവർ ഇവരുടെ വീട്ടിലേക്ക് തന്നെ അപർണയുടെ വീട്ടിലേക്ക് തന്നെ വന്ന് താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ അപർണയുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഫണ്ടിന് കുറച്ച് പ്രോബ്ലം വന്ന് പണി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപർണ എടുത്തു പറയുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ആ ഒരു സമയത്താണ് എൻ്റെ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്നുള്ള ഒരു വീഡിയോ ആ കുട്ടിയുടെ കണ്ണിൽ പെട്ടതും അതും ഈ പറഞ്ഞതുപോലെ അച്ഛൻ ടി വിയിൽ വയ്ക്കുന്നത് കേട്ടുകൊണ്ടാണ് ഈ ഒരു ചാനലിനെ പറ്റി മനസ്സിലാക്കിയതും വീണ്ടും സെർച്ച് ചെയ്ത് ഈ ഒരു വീഡിയോ കാണുകയും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങി. വീട് പണി ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് അപർണ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയത്. ഏകദേശം 6 മാസത്തോളമായി അപർണയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. എന്നിട്ടും ഇതുവരെ അപർണയും അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും അച്ഛൻ അപർണയുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചാൽ പോലും അപർണയ്ക്ക് അച്ഛനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ. അമ്മയൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് പോലും. എന്നിരുന്നാലും അതുപോലെ തന്നെ അപർണയുടെ ഭർത്താവും വളരെ നല്ലൊരു മനുഷ്യനാണ് അപർണ പറയുന്നത്. അപ്പോൾ അദ്ദേഹവും അപർണയോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും അപർണയുടെ മനസ്സിലുള്ള ഒരു കാര്യം ആ കുട്ടി പറയുന്നത് ഞാൻ ചെയ്തതാണ് ശരി, അത് അച്ഛന് തന്നെ അത് മനസ്സിലായിട്ട് അച്ഛൻ പറയണം, ഞാൻ അന്ന് എതിർത്തത് തെറ്റായിപ്പോയി എന്നുള്ളത്. അങ്ങനെയൊരു കാര്യം ആ കുട്ടിയുടെ മനസ്സിൽ എന്തുകൊണ്ട് ആഴ്ന്നിറങ്ങിപ്പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും പറയാൻ സാധിക്കില്ല അല്ലേ. ഓരോരുത്തരും ഓരോരോ കാരണം കൊണ്ടും വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ സ്വഭാവവും വ്യത്യസ്തമായിരിക്കും. പക്ഷേ എന്നിരുന്നാലും പേഴ്സണലി എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ പെൺകുട്ടികൾക്ക് എപ്പോഴും പറയാറില്ലേ, പെൺകുട്ടികൾക്ക് അച്ഛനുമായിട്ടുള്ള ആ ഒരു അടുപ്പം വേറെ തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ അവൾക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയ സമയത്ത് അവർ പ്രാർത്ഥിച്ചത് വീട് പണി ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു ദിവസവും അപർണ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ടാണ് നിലവിളക്ക് തെളിയിക്കുന്നത്, ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത്. അപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അപർണയുടെ അമ്മയൊക്കെ എഴുന്നേറ്റ് വരുന്നത് 6:30-7 മണിയൊക്കെ ആവുന്ന സമയത്താണ്. മുന്നേ അപർണയും ആ ഒരു സമയത്ത് തന്നെയാണ് എഴുന്നേറ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അപർണയുടെ ഭർത്താവ് ഡ്രൈവറാണ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ 2-3 ദിവസങ്ങളൊക്കെ കൂടുന്ന സമയത്തെ ചിലപ്പോൾ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇവൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല സേഫായിട്ടുള്ളൊരു ഏരിയയിലാണ് ഇവർ താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്തിട്ടാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത്. അപർണ ഇങ്ങനെ 2-3 ദിവസം ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് രാവിലെ വേഗത്തിൽ എഴുന്നേൽക്കുന്നത്
അപർണയുടെ അച്ഛൻ ശ്രദ്ധിക്കുകയും അങ്ങനെ മകൾ തനിച്ച് എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് കാണുന്നത് കൊണ്ട് തന്നെ ആ അച്ഛനും ഈ പറഞ്ഞതുപോലെ തന്നെ 4:30 ആകുമ്പോഴത്തേക്കും എഴുന്നേറ്റ് റൂമിൽ നിന്ന് ഹാളിൽ സോഫയിൽ വന്ന് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആദ്യമൊക്കെ അച്ഛനിങ്ങനെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് സോഫയിൽ വന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ അപർണയ്ക്ക് കാര്യമായിട്ടൊന്നും അങ്ങനെ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അപർണ പറയുന്നത്. പിന്നീട് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു വെച്ച് അപർണ പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ എഴുന്നേറ്റിരിക്കും. ചില സമയത്ത് വേഗം പോയി പാല് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കും ചായക്കൊക്കെ ആയിട്ട്. അവരുടെ വീട്ടിൽ ചായ വെക്കുന്നത് 7:10, 7 കാലൊക്കെ ആവും എന്നാണ് അപർണ പറഞ്ഞത്. അപ്പോൾ ഇവൾ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ അച്ഛൻ രാവിലെ 6 മണിക്കൊക്കെ പോയി പാലൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഒരു ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ സോഫയിൽ വന്ന് ഇരിക്കുന്നത് അപർണ ശ്രദ്ധിക്കുകയും അച്ഛനോട് അച്ഛൻ ഇത്രയും നേരത്തെ എഴുന്നേൽക്കണ്ട, പോയി കിടന്നോളൂ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയാൻ അവളുടെ മനസ്സിൽ ഭഗവാൻ തോന്നിപ്പിച്ചു എന്നാണ് അപർണ പറയുന്നത്. ആ ഒരു വാക്ക് അച്ഛാ എന്ന് അപർണ വിളിച്ച സമയത്ത് തന്നെ അച്ഛൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും മകളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്നും അതോടെ അവളുടെ മനസ്സിലുള്ള എല്ലാ ആ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതായി എന്നും അപർണ പറയുന്നുണ്ട്. അവളുടെ ഒരു അച്ഛ എന്നുള്ള വിളിക്കായിട്ട് ആ അച്ഛൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് അവൾക്ക് ആ ഒരു നിമിഷമാണ് മനസ്സിലായത് എന്നും അതുപോലെ തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ആ ഒരു ദിവസം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നും അപർണ പറയുന്നുണ്ട്. ആ അച്ഛനും ഒരുപാട് സന്തോഷമായി. അപർണ പറഞ്ഞൊരു കാര്യം, ഞാൻ വീട് പണി ശരിയായ രീതിയിൽ നടക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതെങ്കിൽ പോലും എനിക്ക് അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. എൻ്റെ അച്ഛൻ വീണ്ടും എന്നിലേക്ക് വന്ന ഒരു ദിവസം എന്ന് എനിക്ക് തോന്നിയൊരു ദിവസമാണത്. അപ്പോൾ ഇനി എൻ്റെ വീട് പണി നടന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ സങ്കടപ്പെടില്ല. അത്രയധികം മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. അതിനുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് ആ ഒരു കുട്ടി ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മെയിൽ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറയുകയും ചെയ്തു, അച്ഛൻ നിങ്ങളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണ് മാഡം, അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾ ഇതിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് കേൾക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ഒരു രാവിലെ എഴുന്നേൽക്കാനും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ്. കേട്ടപ്പോൾ എനിക്കും വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെയാണ് ചിലപ്പോൾ ജീവിതങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ജീവിതം മുന്നോട്ട് പോവുക. ഏതൊരു മക്കളോടായാലും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ നല്ലതിന് വേണ്ടി നമ്മുടെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു ഭൂമിയിൽ മറ്റാരും തന്നെ ആഗ്രഹിക്കില്ല. നമ്മൾ നന്നാവണം എന്ന് നമ്മുടെ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ലോകത്ത് മറ്റാരും പ്രാർത്ഥിക്കില്ല. പ്രണയിക്കുന്നതും അതുപോലെ തന്നെ സ്വന്തം കാലിൽ ജീവിക്കുന്നതും എല്ലാം തന്നെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഒരു വട്ടമെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കണം. നാളെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു വേദന എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും അച്ഛനമ്മമാർ ചില കാര്യങ്ങളിൽ വാശി പിടിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റു പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. മുതിർന്ന ആൾക്കാരൊക്കെ എപ്പോഴും പറയാറില്ലേ, നിങ്ങൾക്കൊരു മക്കളുണ്ടായിട്ട് അവരിങ്ങനെ ചെയ്യുന്ന സമയത്തെ അതിൻ്റെ വേദന മനസ്സിലാവൂ എന്നുള്ളത്. സത്യമാണ് ആ ഒരു കാര്യം. എല്ലാവരും സ്വാർത്ഥരാണ്. നമ്മുടെ കാര്യമായിരിക്കും എപ്പോഴും നമുക്ക് വലുത്, നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കും നമുക്ക് വലുത്. ആ ഒരു സമയത്ത് നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയ ആൾക്കാരെ മറന്നിട്ട് പോവുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് ആൾക്കാരെ ഞാനിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ജാതി മതം പോലുള്ള പ്രശ്നങ്ങൾക്കൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പല ആൾക്കാരെയും കാണുന്നുണ്ട്, എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും പ്രണയിക്കുന്ന ആളായിരിക്കും പ്രണയ ജീവിതത്തിലേക്ക് കാല് വയ്ക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടുകാരുടെ സമ്മതം വേണം, അതിനായിട്ട് പ്രയത്നിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് ശരിക്കും പറഞ്ഞാൽ റെസ്പെക്റ്റ് ആണ് കേട്ടോ എനിക്ക്. കാരണം തഴഞ്ഞിട്ട് പോവുക എന്നതിന് പകരം അവരുടെ ആ ഒരു വാക്കിനായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമ്മതത്തിനായിട്ട് കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ചില ഘട്ടങ്ങളിൽ നല്ലതും ചീത്തയും കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കാത്തൊരു സാഹചര്യവും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയും തന്നെ മനസ്സിലാക്കണം. ഞാൻ മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒരു ആഗ്രഹ സാഫല്യത്തിനായിട്ട് തെളിയിക്കാൻ തുടങ്ങിയാലും നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു കാര്യം ജീവിതത്തിൽ കൊണ്ടുതരും.
വളരെ വലിയ കാര്യങ്ങൾ, പല സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ അപർണയ്ക്ക് നല്ല ബുദ്ധി കൊടുത്തത് ഭഗവാൻ തന്നെയാണ്. ആ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിൻ്റെ പുണ്യമായിട്ട് തന്നെയാണ് ഞാനും ഇതിനെ കാണുന്നത്. അപ്പോൾ അപർണയ്ക്ക് വീടൊക്കെ വെച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ. ഒപ്പം അച്ഛനും അമ്മയും എന്നും കൂടെ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. ഒരാൾക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഇതൊരു പ്രചോദനമായിരിക്കും. നന്ദി.